നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഫിസിക്സിന് എത്ര ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോയാൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാം? ആദ്യമേ ഇല്ല, നമ്മൾ തിയേറ്ററിലൊക്കെ എഴുതി കാണിക്കുന്ന പോലെ വാണിംഗ്, എല്ലാം പഠിച്ചുകൊണ്ട് പോകുന്നവർ എല്ലാം പഠിച്ചുകൊണ്ട് പോയിക്കോളുക. അത് ഏറ്റവും നല്ലത്, അതിനകത്ത് സംശയമില്ല. ഇനി ഒന്നും പഠിച്ചുകൊണ്ട് പോകാത്തവരുണ്ട്. മോഡൽ എക്സാമിന് അങ്ങനെയാണ് നല്ല ശതമാനം പേര് ഒന്നും പഠിച്ചുകൊണ്ട് പോകാതെ രസമായിട്ട് അടിച്ച് പൊളിച്ച് പോയി ചുമ്മാതെ അവിടെ ഇരുന്നിട്ട് ഇനി പോരും. അന്നേരം അങ്ങനെയുള്ളവർക്ക് പറയാനുള്ളൊരു കാര്യം വേറെ ഒന്നുമല്ല, ആ വെറും 4 ചാപ്റ്റർ, ഏതൊക്കെയാണോ 4 ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 4 ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് അങ്ങ് പിടിച്ചോണം. അതിനകത്ത് ആദ്യത്തത് ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് ആയത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഏത് ചാപ്റ്ററാണ്? നമ്മുടെ ബയോട്ട് സാവാർട്സ് ലോയും സർക്കുലർ ലൂപ്പും ആംബിയന്റ് സർക്യൂട്ട് തിയറും ഒക്കെ ഉള്ളതാണ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ 4 ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് മിനിമം അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. ഇനി കൂടുതൽ ഒരു 30-നും 50-നും ഇടയിൽ പഠിക്കണം, മാർക്ക് കിട്ടണം എന്നുള്ളവർ റേ ഓപ്റ്റിക്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ചെറിയ 2-3 ചാപ്റ്റർ ഡ്യുവൽ നേച്ചറും മാഗ്നറ്റിക്സോ ഇലക്ട്രോമാഗ്നറ്റിക്സും ഒക്കെ പഠിച്ചാൽ 30-നും 50-നും ഇടയിൽ സ്കോർ ചെയ്യാം. അന്നേരം ഏത് സാധാരണപ്പെട്ടവനും ജയിക്കണം, മോഡൽ എക്സാമിന് ജയിക്കണമെങ്കിൽ ഈ 4 ചാപ്റ്റർ പഠിച്ചാൽ മതിയിട്ട് ധൈര്യമായിട്ട് 4 ചാപ്റ്റർ പഠിച്ചാൽ മതി. മോഡൽ എക്സാമിന് ജയിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക്, ജയിക്കുമെന്നല്ല അതിനെക്കാട്ടി നല്ല മാർക്ക് കിട്ടണമെന്ന് താല്പര്യമുള്ളവർ ഈ 4 ചാപ്റ്റർ, ആദ്യത്തെ 4 ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളുടെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെയും അതിൻ്റെ ആൻസറായിട്ട് മാഷന്മാരെല്ലാം വരും. ഗെറ്റ് റെഡി, നെവർ എവർ ഗിവ് അപ്പ്.